CPM ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ബംഗാളിലൊക്കെ CPMന് സീറ്റ് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അതോടൊപ്പം തന്നെ കേരളത്തിൽ CPM തകർന്നടിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് കാരണമെന്നല്ലേ, ഇനി നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമുണ്ടല്ലോ, ആ ശ്വാസത്തിന് മാത്രമേ യൂണിറ്റ് അടിസ്ഥാനത്തിൽ നികുതി ഏർപ്പെടുത്താനുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നികുതി ഏർപ്പെടുത്തി. അടച്ചിട്ട വീടിന് നികുതി, തുറന്നിട്ട വീടിന് നികുതി, വീട് ഉണ്ടാക്കാൻ 26,000, വെള്ളത്തിന് നികുതി, കരണ്ടിന് നികുതി, അങ്ങനെ എല്ലാത്തിനും നികുതി കൂട്ടി. സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലും റേഷൻ കടയിലും സബ്സിഡി സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിന് ജനങ്ങൾ ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. അതിനുള്ള തിരിച്ചടി കൂടിയാണ് CPM ഓർക്കണം. മക്കളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി വില്ലേജ് രാജ്യങ്ങളിൽ പോയി അടിച്ചു പൊളിക്കുന്ന ഈ തൊഴിലാളി പാർട്ടിയുടെ ആദ്യത്തെ നേതാവായി പിണറായി വിജയൻ മാറും. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും തിരുത്തും.